നമസ്കാരം. CTV പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ പുതിയ താരിഫ് നയത്തിൽ പ്രതിഷേധം ശക്തമാവുന്നു. ജനുവരി 24-ന് ദക്ഷിണേന്ത്യയിലെ മുഴുവൻ കേബിൾ ഓപ്പറേറ്റർമാരും ചാനലുകൾ ഓഫ് ചെയ്ത് കരിദിനം ആചരിക്കും. മാവൂർ പൈപ്പ് ലൈൻ റോഡിന് ശാപമോക്ഷമാവുന്നു. റോഡിന്റെ റീടാറിംഗ് പ്രവൃത്തി ആരംഭിച്ചു. പ്രവൃത്തി നടത്തുന്നത് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 38 ലക്ഷം രൂപ വിനിയോഗിച്ച്. കേന്ദ്ര സർക്കാർ മരുന്ന് നയത്തിൽ ഭേദഗതി വരുത്തി. ഏപ്രിൽ മാസം മുതൽ വിപണിയിലിറക്കുന്ന മരുന്ന് പാക്കറ്റുകളിൽ ബാർകോഡോ QR കോഡോ നിർബന്ധം. വിശദമായ വാർത്തകളിലേക്ക്. വൻകിട ചാനൽ കമ്പനികളെ സംരക്ഷിക്കുന്നതിന് കേബിൾ TV ഓപ്പറേറ്റർമാരെ പാടെ ഇല്ലാതാക്കുന്നതാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ പുതിയ താരിഫ് നയം എന്നാരോപിച്ച് രാജ്യത്ത് കേബിൾ ഓപ്പറേറ്റർമാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. ഇതിന്റെ ഭാഗമായി ദക്ഷിണേന്ത്യയിലെ മുഴുവൻ കേബിൾ TV നെറ്റ്വർക്കുകളും ജനുവരി 24-ന് ചാനലുകൾ ഓഫ് ചെയ്ത് കരിദിനം ആചരിക്കും. കേബിൾ TV നെറ്റ്വർക്കുകൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിലാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി പുതിയ നിരക്ക് നയം പ്രഖ്യാപിച്ചതെന്നും സാധാരണ ഓപ്പറേറ്റർമാരെ പരിഗണിക്കാതെ കുത്തക ചാനൽ കമ്പനികളെ സഹായിക്കാൻ മാത്രമുള്ള താരിഫ് നയം പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് രാജ്യമെമ്പാടും കേബിൾ TV സംഘടനകളും ഓപ്പറേറ്റർമാരും പ്രക്ഷോഭം ശക്തമാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജനുവരി 24-ന് രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ ദക്ഷിണേന്ത്യയിലെ മുഴുവൻ ചാനലുകളും ഓഫ് ചെയ്ത് കരിദിനമാചരിക്കാൻ വിവിധ സംഘടനകളുടെ സംയുക്ത യോഗം തീരുമാനിച്ചു. ഉപഭോക്താക്കൾക്ക് ഗുണമാവുമെന്ന് പറഞ്ഞ് ട്രായ് നടപ്പാക്കുന്ന താരിഫ് ഓർഡർ യഥാർത്ഥത്തിൽ ഉപഭോക്താക്കളെ കൊള്ളയടിക്കുന്നതാണ്. നിലവിൽ പരിധികളില്ലാതെ ചാനലുകൾ ഒരു നിശ്ചിത നിരക്കിൽ കാണാൻ കഴിയുന്ന സാഹചര്യമുണ്ടെന്നിരിക്കെ താരിഫ് നയം വരുന്നതോടെ അത്രയും ചാനലുകൾ കാണാൻ 1000-ലധികം രൂപ നൽകേണ്ടതുണ്ട്. ചാനൽ കമ്പനികൾക്ക് പരസ്യ വരുമാനത്തിന് പുറമെ സാധാരണ ജനങ്ങളിൽ നിന്നും കോടികൾ ലഭിക്കുന്നതിനുള്ള സാഹചര്യമാണ് പുതിയ നിരക്ക് നയമെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെ ഇന്ത്യയിലെ കേബിൾ TV സംഘടനകളും ഓപ്പറേറ്റർമാരും ചൂണ്ടിക്കാട്ടുന്നു. ചാനലുകളുടെ നിരക്കിനൊപ്പം നൽകേണ്ട 18% GST 5% ആക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. കേബിൾ TV DTH രംഗത്ത് രാജ്യമെമ്പാടും പ്രതിഷേധങ്ങൾ ഉയരുമ്പോഴും ഫെബ്രുവരി 1 മുതൽ പുതിയ താരിഫ് നയം നടപ്പാക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ നീക്കം. സാധാരണക്കാർക്ക് ഒരു അധിക സാമ്പത്തിക ഭാരം കൂടിയാവുകയാണ് പുതിയ താരിഫ് നയമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത. വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു കിടക്കുന്ന മാവൂർ പൈപ്പ് ലൈൻ റോഡിന് ശാപമോക്ഷമാവുന്നു. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 38 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കാൽനട യാത്ര പോലും ദുഷ്കരമായ റോഡിന് ടാറിംഗ് നടത്തി നവീകരിക്കുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ഉടമസ്ഥതയിൽ കൂളിമാട് PHED മുതൽ തെങ്ങിലക്കടവ് വരെ നീളുന്ന ഏറെക്കാലമായി പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന പൈപ്പ് ലൈൻ റോഡിനാണ് ശാപമോക്ഷമാവുന്നത്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിൽ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 38 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റീടാറിംഗ് ആരംഭിച്ചത്. ലിറ്റിൽ ഫ്ലവർ ചർച്ചിന് സമീപം പൈപ്പ് ലൈൻ ജംഗ്ഷൻ മുതൽ തെങ്ങിലക്കടവ് വരെയുള്ള ഭാഗമാണ് റീടാറിംഗ് ചെയ്യുന്നത്. നടക്കാൻ പോലും പ്രയാസപ്പെട്ടിരുന്ന റോഡായിരുന്നു ഈ പൈപ്പ് ലൈൻ കൾച്ചർ അമ്പലം റോഡ്. ഏതായാലും ജില്ലാ പഞ്ചായത്തിൻ്റെ ഇപ്പോൾ അനുവദിച്ച 38 ലക്ഷം രൂപ അനുവദിച്ച് ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചതിൽ അങ്ങേയറ്റം സന്തോഷിക്കും ഞങ്ങൾ ഈ പരിസരവാസികൾ. നഗരത്തിലേക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള പൈപ്പ് ലൈൻ ഇടാനും വാട്ടർ അതോറിറ്റിയുടെ വാഹനങ്ങൾ സർവീസ് നടത്താനുമായി 1971-ൽ നഗര ജലവിതരണ പദ്ധതി പ്രകാരം നിർമ്മിച്ച റോഡാണിത്. നിരവധി പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ആശ്രയവും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കും എത്തിപ്പെടാനുള്ള മാർഗവുമാണിത്. റോഡ് നവീകരിക്കുന്നതിന് വാട്ടർ അതോറിറ്റിയുടെ അനുമതി കിട്ടാത്തതിനാൽ ചില പരിഷ്കരണ പദ്ധതികൾ നേരത്തെ തന്നെ ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു. തുടർന്ന് നിരന്തര സമ്മർദ്ദത്തിനും ആവശ്യത്തിനും ഒടുവിൽ വ്യവസ്ഥകളോടെ അനുമതി നൽകുകയായിരുന്നു. ഇതനുസരിച്ച് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച 10 ലക്ഷം രൂപ ഉപയോഗിച്ച് പുത്തൻകുളം പരിസരത്തും ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച 5 ലക്ഷം രൂപ വിനിയോഗിച്ച് പൈപ്പ് ലൈൻ ജംഗ്ഷൻ മുതൽ പനങ്ങാട് മുല്ലപ്പള്ളി വരെയും കഴിഞ്ഞ വർഷം ടാറിംഗ് നടത്തിയിരുന്നു. 4.223 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിൽ ശേഷിക്കുന്ന 3 കിലോമീറ്ററോളം ഭാഗം പൂർണ്ണമായി തകർന്ന് ശോച്യാവസ്ഥയിലായിരുന്നു. ഫണ്ട് അനുവദിച്ച ശേഷവും പ്രവൃത്തി തുടങ്ങാൻ വൈകിയത് പ്രതിഷേധത്തിനും ഇടയാക്കിയിരുന്നു. തകർന്ന ഭാഗത്ത് ടാറിംഗ് ഇളക്കിമാറ്റി നിരപ്പാക്കുന്ന പ്രവൃത്തിയും സോളിങ്ങും കാലവർഷത്തിനോട് അടുപ്പിച്ചാണ് ചെയ്തിരുന്നത്. പ്രളയത്തിൽ സോളിംഗ് പലയിടത്തും ഒലിച്ചു പോവുകയും ചെയ്തു. തുടർന്ന് അനിശ്ചിതത്വത്തിലായ പ്രവൃത്തിയാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, മാവൂർ. ഏപ്രിൽ മാസം മുതൽ വിപണിയിലിറക്കുന്ന മരുന്നുകളുടെ പാക്കറ്റിൽ ബാർകോഡോ QR കോഡോ നിർബന്ധമായും വേണമെന്ന നിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ മരുന്ന് നയത്തിൽ ഭേദഗതി വരുത്തി. ഉത്തരവിൻ്റെ ഭാഗമായി കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ് ഈ ചട്ടം മരുന്ന് നയത്തിൽ ഉൾപ്പെടുത്തി. കേന്ദ്ര സർക്കാർ ഈ വർഷം മുതൽ പ്രാബല്യത്തിൽ വരുത്തിയ മരുന്ന് നയത്തിൽ ഭേദഗതി വരുത്തി. ഏപ്രിൽ മുതൽ ബാർകോഡോ QR കോഡോ മരുന്നുകളിൽ നിർബന്ധമാണെന്ന വ്യവസ്ഥ പുതിയ മരുന്ന് നയത്തോടൊപ്പം കൂട്ടിച്ചേർത്തു. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ ഉത്തരവും ഇറക്കിയിട്ടുണ്ട്. കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ് ഈ ചട്ടം മരുന്ന് നയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
ഇതോടെ ഏപ്രിൽ 1 മുതൽ വിപണിയിൽ ഇറക്കുന്ന എല്ലാ മരുന്നുകളുടെയും പാക്കിൽ QR കോഡോ ബാർകോഡോ നിർബന്ധമാകും. ഇതുമായി ബന്ധപ്പെട്ട് ജനുവരി 1 മന്ത്രാലയം ഇറക്കിയ ഉത്തരവിലെ 7ാമത്തെ ഖണ്ഡികയിലാണ് കേന്ദ്ര സർക്കാർ വീണ്ടും ഭേദഗതി വരുത്തിയത്. പുതുതായി കൂട്ടിച്ചേർത്ത ഖണ്ഡിക 7A പ്രകാരം QR കോഡ് ബാർകോഡ് സ്കാൻ ചെയ്യുമ്പോൾ മരുന്നിൻ്റെ പേര്, തോത്, ബ്രാൻഡഡ് നാമം, പരമാവധി ചില്ലറ വിൽപ്പന വില, നിർമ്മാതാവിൻ്റെ വിലാസം, ബാച്ച് നമ്പർ, നിർമ്മാണ തീയതി, കാലാവധി തീയതി, പ്രത്യേകം സൂക്ഷിപ്പ് നിർദ്ദേശം, നിർമ്മാതാവിൻ്റെ ലൈസൻസ് നമ്പർ എന്നിവയാണ് ലഭ്യമാകേണ്ടത്. ഉപഭോക്താവിന് QR കോഡ് സ്കാൻ ചെയ്താൽ ഈ വിവരങ്ങൾ ലഭ്യമാകണമെന്നാണ് കേന്ദ്ര ജോയിൻറ്റ് സെക്രട്ടറി നൽകിയ ഉത്തരവിലുള്ളത്. ഉത്തരവ് നടപ്പാക്കേണ്ടത് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വിഭാഗവും മെഡിക്കൽ കോർപ്പറേഷനുമാണ്. എന്നാൽ പുതിയ ഉത്തരവ് നടപ്പാക്കുന്നത് ചെലവ് കൂട്ടുമെന്ന് ഇന്ത്യൻ ഡ്രഗ്സ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇതിനായി പ്രത്യേക യന്ത്ര സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നും മരുന്ന് നിർമ്മാണത്തിന് കൂടുതൽ സമയമെടുക്കുമെന്നും ആണ് അവരുടെ വാദം. QR കോഡുകൾ മൊബൈൽ വഴി സ്കാൻ ചെയ്യാനും അതിലടങ്ങിയ വിവരങ്ങൾ കണ്ടെത്താനും കഴിയുന്ന മരുന്ന് പാക്കറ്റുകളാണ് ഏപ്രിൽ മുതൽ വിപണിയിൽ ഇറക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത. മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തീപിടുത്തമുണ്ടായതോടെ വിദ്യാർത്ഥികളും അധ്യാപകരും ആദ്യം അമ്പരന്നു. പിന്നെ അമ്പരപ്പ് ആശ്വാസത്തിനും കൗതുകത്തിനും വഴിമാറി. മുക്കം ഫയർ സ്റ്റേഷന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ നടത്തിയ മോക്ക് ഡ്രില്ലാണ് ആദ്യം അമ്പരപ്പും പിന്നീട് ആശ്വാസവും സമ്മാനിച്ചത്. തങ്ങളുടെ വിദ്യാലയങ്ങളിലോ മറ്റ് പൊതുസ്ഥലങ്ങളിലോ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാനസിക ധൈര്യം നൽകുകയും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ സന്ദർഭോചിതമായി ഇടപെടാനുള്ള പരിശീലനം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും നൽകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ജനുവരി 21 രാജ്യമെങ്ങും നടത്തുന്ന ഫയർ ആൻഡ് ഇവാക്വേഷന്റെ ഭാഗമായി മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മോക്ക് ഡ്രിൽ വിദ്യാർത്ഥികൾക്കും പുതിയ അനുഭവമായി മാറുകയായിരുന്നു. സ്കൂളിൽ ഒരു അപകടം സംഭവിച്ചാൽ ആ സ്കൂളിൽ നിന്ന് രക്ഷാമാർഗ്ഗങ്ങൾ വഴിയൊക്കെ രക്ഷപ്പെടാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് അവരെവിടെയൊക്കെ നിൽക്കണം. ഈ കുട്ടികളെ കൂടെ തന്നെ രക്ഷാപ്രവർത്തകരായിട്ട് മാറ്റുന്ന ഒരു ടീമിനെ സ്കൂളിൽ തന്നെ രൂപീകരിക്കും, വാളണ്ടിയേഴ്സിന് രൂപീകരിക്കും. അവർ തന്നെ മുഖ്യ സംഘാടകരാകുകയും അവരോട് ഞങ്ങൾ നിർദ്ദേശം കേട്ട് ഞങ്ങൾ തന്നെ ആളുകൾ അപകടത്തിൽപ്പെടുന്ന ആൾക്കാർ രക്ഷപ്പെടുത്താൻ അവർ സ്കൂളിലെ തീപിടിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ സ്കൂളിൽ തന്നെ അതിന് അധ്യാപകരുണ്ട്, നോഡൽ അധ്യാപകരും വരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് നടത്തിയത്. ഇത് കുട്ടികൾ നല്ലൊരു ധൈര്യം വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ച ഈ കുട്ടികൾ ഈ പ്രായത്തിൽ നിന്ന് മറ്റുള്ള മേഖലയിലേക്ക് പോകുമ്പോൾ മറ്റുള്ള അപകടങ്ങളൊക്കെ തരണം ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഡ്രില്ലുകൾ അവർക്ക് നല്ലൊരു ആത്മസമീപനം ഒരു കൺട്രോൾ ചെയ്യാനുള്ള ഇതൊക്കെ നേരിടാനുള്ള ഒരു ധൈര്യം അവർക്ക് ലഭിക്കും. സ്കൂൾ ഗ്രൗണ്ടിൽ കൃത്രിമമായി തീപിടുത്തമുണ്ടാക്കുകയും ഇത് കണ്ട് 3 ബെല്ലടിച്ചതോടെ സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികൾ ഓടിയിറങ്ങി തൊട്ടടുത്ത ഗ്രൗണ്ടിലേക്ക് എത്തുകയും തുടർന്ന് ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ചെയ്തു. ഇതോടെ ഫയർ എഞ്ചിൻ, ആംബുലൻസ് തുടങ്ങിയവ അഗ്നിബാധയുള്ളിടത്തേക്ക് കുതിച്ചെത്തുകയും തീ അണയ്ക്കുകയുമായിരുന്നു. തുടർന്ന് ക്ലാസ് ലീഡർമാരും അധ്യാപകരും ക്ലാസ് മുറികളിൽ അപകടം പറ്റിയ നിലയിൽ വിദ്യാർത്ഥികളുണ്ടെന്ന് ഫയർ ഓഫീസർക്ക് വിവരം നൽകിയതോടെ ഫയർ ആൻഡ് റെസ്ക്യൂ ജീവനക്കാർ അപകട നിലയിലുള്ള കുട്ടികളെ ക്ലാസ് മുറികളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഫയർ ഓഫീസർ ക്ലാസ് അധ്യാപകരോടും ലീഡർമാരോടും ഇനിയും ആരെങ്കിലും രക്ഷപ്പെടുവാനുണ്ടെങ്കിൽ നിർദ്ദേശം നൽകണമെന്ന് ഉച്ചഭാഷണിയിൽ അറിയിക്കുകയും ഈ സമയത്ത് ഗ്രൗണ്ടിലെത്തിയ കുട്ടികളുടെ എണ്ണം രേഖപ്പെടുത്തുകയും എല്ലാ കുട്ടികളും സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തതോടെയാണ് രക്ഷാപ്രവർത്തനം പൂർത്തിയായത്. അതായത് ക്ലാസ് ടീച്ചേഴ്സ് ആ കുട്ടികളെ ലൈനപ്പ് ചെയ്യിക്കുകയും കുട്ടികളുടെ എണ്ണം എടുക്കുകയും എന്തെങ്കിലും സംഭവിക്കുക മിസ്സിംഗ് ഉണ്ടെങ്കിൽ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണ്. രക്ഷാപ്രവർത്തനം നേരിൽ കണ്ട വിദ്യാർത്ഥികൾ ഇനി ഇത്തരമൊരു ഘട്ടം വന്നാൽ തങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗവും ഒപ്പം മനോധൈര്യവും കൈവരിക്കാൻ കഴിഞ്ഞുവെന്നും
ഫയർഫോഴ്സിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനം ആദ്യമായാണ് നേരിൽ കാണുന്നതെന്നും പറഞ്ഞു. ഞങ്ങളുടെ സ്കൂളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നത്. ആദ്യം തന്നെ ഞങ്ങളോട് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നു പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ആശങ്കകളായിരുന്നു, എന്തൊക്കെയായിരിക്കും, ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ എന്ത് അപകടം പറ്റുമോ എന്നൊക്കെ. എന്തായാലും നല്ലൊരു പരിപാടിയായിരുന്നു. ഇനിയൊരു തീപിടുത്തം അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ രക്ഷപ്പെടാം എന്നതിനെ പറ്റി നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. മോക്ക് ഡ്രിൽ നടത്തി എന്നതൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടെന്നല്ലാതെ ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ടോ അതിനു മുമ്പ് വേറെ എവിടെയും കണ്ടിട്ടോ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അപകടം പറ്റിയ കുട്ടികളൊക്കെ പെട്ടെന്ന് തന്നെ ആംബുലൻസിലൊക്കെ എത്തിക്കുമ്പോൾ ഈ ഒരു അപകടത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്നും അതിന് ഇവർ എത്രത്തോളം ഇതായിട്ടാണ് എടുക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മോക്ക് ഡ്രില്ലിന് ഫയർ ആൻഡ് റെസ്ക്യൂ മുക്കം സ്റ്റേഷൻ ഓഫീസർ KP ജയപ്രകാശ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ N വിജയൻ, അധ്യാപകരായ CM മനോജ്, സാലി T മാത്യു, T ബിനീഷ്, CT ദിൽഷാദ്, വിവേക്, അംജദ്, ഫൗസിയ, ശ്രീജ തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്യാമറമാൻ GN ആസാദിനൊപ്പം ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത. ജീവകാരുണ്യത്തിൻ്റെയും സഹജീവി സ്നേഹത്തിൻ്റെയും വേറിട്ട മാതൃകയായി കോടഞ്ചേരി നെല്ലിപ്പൊയിൽ സെൻറ് ജോൺസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികൾ. ക്യാൻസർ ചികിത്സ മൂലം തലമുടി നഷ്ടപ്പെട്ട തൃശൂർ അമല ക്യാൻസർ സെൻ്ററിലെ രോഗികൾക്കാണ് സ്കൂളിലെ 30ഓളം വിദ്യാർത്ഥിനികൾ തങ്ങളുടെ തലമുടി മുറിച്ച് ദാനമായി നൽകിയത്. അവർ 30 പേരുണ്ടായിരുന്നു. തങ്ങളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാനെന്നോണം ഇക്കാലം അത്രയും പരിപാലിച്ച് ചീകി മിനുക്കി ഒതുക്കി വെച്ച തങ്ങളുടെ കേശഭാരം മറ്റുള്ളവർക്കായി ദാനം ചെയ്യാനെത്തിയവർ. മറ്റുള്ളവരുടെ കണ്ണീരും വേദനയും മനസ്സുകൊണ്ട് ഏറ്റുവാങ്ങാൻ പ്രായത്തിൽ കവിഞ്ഞ പക്വതയും ദയാവായ്പും മനസ്സിൽ സൂക്ഷിക്കുന്നവർ. അധ്യാപികമാരുടെ കൈകളിലെ ചീർപ്പിനും കത്രികയ്ക്കും മുന്നിൽ മുടി അഴിച്ചിട്ടിരിക്കുമ്പോഴും തങ്ങളുടെ മുടിയിഴകളെ കത്രികകളാൽ മുറിച്ചെടുക്കുമ്പോഴും വിടർന്ന ചിരിയോടെ അവർ ഇരുന്നു. ഒപ്പം ഈ ചെറുപ്രായത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന കൃതാർത്ഥതയോടെ. തൃശൂർ അമല ക്യാൻസർ സെൻ്ററിലെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയാണ് മലയോരത്തെ നെല്ലിപ്പൊയിൽ സെൻറ് ജോൺസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനികൾ കേശദാനം നടത്തിയത്. സ്കൂളിൽ സ്ഥിരമായി നടക്കാറുള്ള സന്മാർഗപാഠം ക്ലാസ്സിൽ ദാനത്തെക്കുറിച്ചുള്ള പഠനത്തിനിടയിലാണ് വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ ഒരു ആശയം ഉടലെടുത്തത്. തുടക്കത്തിൽ 100-ലധികം വിദ്യാർത്ഥിനികളാണ് തങ്ങളുടെ മുടി ദാനം ചെയ്യാനായി പേര് നൽകിയത്. പക്ഷേ മുടിക്ക് കുറഞ്ഞത് 12 ഇഞ്ച് നീളമെങ്കിലും ഉള്ളവരെ മാത്രമേ പരിഗണിക്കൂ എന്നായപ്പോൾ 30 പേർക്ക് മാത്രമേ കേശം ദാനം ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. വിദ്യാർത്ഥികൾ മാത്രമല്ല, അവരുടെ രക്ഷിതാക്കളും ഇതിന് സന്നദ്ധരായി എത്തിയപ്പോൾ സ്കൂൾ അധികൃതർക്കും ഇത് അഭിമാനത്തിൻ്റെ നിമിഷമായി. ഇപ്പോൾ 12 ഇഞ്ച് തലമുടിയുള്ള കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ ഏകദേശം 30 കുട്ടികളാണ് കടന്നു വന്നത്. മാത്രമല്ല, ആ കുട്ടികളുടെ പല രക്ഷിതാക്കളും മറ്റുള്ളവരും തലമുടി ദാനം ചെയ്യുന്ന കർമ്മത്തിലേക്ക് അവരും കടന്നു വന്നിട്ടുണ്ട്. തലമുടി 12 ഇഞ്ച് തികയാത്ത കുട്ടികൾക്ക് വരും വർഷങ്ങളിലും തലമുടി ദാനം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. താമരശ്ശേരി രൂപതയുടെയും താമരശ്ശേരി കോർപ്പറേറ്റ് ഏജൻസിയുടെ നേതൃത്വത്തിലുള്ള ആശാകിരണത്തിൻ്റെയും നേതൃത്വത്തിലാണ് സ്കൂളിൽ കേശദാനം സംഘടിപ്പിച്ചത്. സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾക്കിടയിലായിരുന്നു കേശദാനം. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് കറുകമാലിൽ കേശദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി ചാക്കോച്ചൻ അധ്യക്ഷയായിരുന്നു. താമരശ്ശേരി അൽഫോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജിൽസ് തയ്യിൽ മുഖ്യപ്രഭാഷണം നടത്തി. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗം പുഷ്പ സുരേന്ദ്രൻ, PTA പ്രസിഡന്റ് ഷാജി പൊരിയത്ത്, COD കോർഡിനേറ്റർ ഫാദർ സുദീപ് കിഴക്കരക്കാട്ട്, ആശാകിരണം കോർഡിനേറ്റർ C റോസ് മൈക്കിൾ, ഡോക്ടർ പ്രഭാകരൻ, MPTA പ്രസിഡന്റ് റോസ് ബേബി, സ്കൂൾ പ്രധാനാധ്യാപകൻ സജി തോമസ്, സാബു മനയിൽ, ആഷ്ലി സാംസൺ, ബിജു വി ഫ്രാൻസിസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോടഞ്ചേരി. ഒരു കാലത്ത് താൻ ചീകി കോതിയൊതുക്കി കൊടുത്തായിരുന്ന മകളുടെ മുടി സ്വന്തം അമ്മ മുറിച്ചെടുക്കുന്ന അപൂർവ കാഴ്ചയ്ക്ക് നെല്ലിപ്പൊയിൽ സെൻറ് ജോൺസ് സ്കൂളിലെ കേശദാനവേദി സാക്ഷ്യം വഹിച്ചു. കോടഞ്ചേരി വട്ടച്ചിറ സ്വദേശിയും നെല്ലിപ്പൊയിൽ സെൻറ് ജോൺസ് ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയുമായ പ്രിൻസി രാജേന്ദ്രൻ്റെ മുടിയാണ് അമ്മ മേരി രാജേന്ദ്രൻ മുറിച്ചു നൽകിയത്.
മകളുടെ അഴിച്ചിട്ട തലമുടിക്ക് പിറകിൽ ആ അമ്മ ഏറെ നേരം പ്രാർത്ഥനാ നിരതയായി നിന്നു. പിന്നെ കത്രികയെടുത്ത് മകളുടെ തലമുടി ശ്രദ്ധയോടെ മുറിച്ചെടുത്തു. ചെറുപ്പം മുതൽ താൻ എണ്ണമിനുക്കി വൃത്തിയോടെ വാരിക്കോതി നെറുകയിൽ കെട്ടിക്കൊടുക്കാറുണ്ടായിരുന്ന മകളുടെ കറുത്തുമിനുത്ത മുടി മുറിച്ചെടുക്കുമ്പോൾ ഒരല്പം പോലും അവരുടെ കൈ വിറച്ചില്ല. പകരം മനസ്സിൽ അഭിമാനം മാത്രം. വലിയ മനസ്സുള്ള മകളുടെ അമ്മയാകാൻ കഴിഞ്ഞ അഭിമാനം. കോടഞ്ചേരി നെല്ലിപ്പൊയിൽ സെൻറ് ജോൺസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനി പ്രിൻസി രാജേന്ദ്രനാണ് അമ്മയുടെ കൈകളിലെ കത്രികയ്ക്ക് മുൻപിൽ നിറപുഞ്ചിരിയോടെ തല വെച്ചു കൊടുത്തത്. കാരണം ഒരു കാലത്ത് സ്വന്തം അമ്മ അനുഭവിച്ച ആത്മനൊമ്പരവും അതുമൂലം തനിക്കുണ്ടായ മാനസിക സംഘർഷങ്ങളും അവളെ അതിന് പാകപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ഒരു വർഷമായി ക്യാൻസർ രോഗത്തിന് ചികിത്സ നടത്തുകയാണ് പ്രിൻസിയുടെ അമ്മ മേരി രാജേന്ദ്രൻ. 5 തവണ കീമോതെറാപ്പിയും 30 തവണ റേഡിയേഷനും വിധേയയായതോടെ മേരിയുടെ മുടി ആകെ കൊഴിഞ്ഞു പോയിരുന്നു. അന്നേ പ്രിൻസി മനസ്സിൽ കരുതിയതാണ്, തൻ്റെ തലമുടി ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അത് താൻ നൽകാൻ തയ്യാറാവുമെന്ന്. അമ്മയ്ക്ക് ഇങ്ങനെ വന്നപ്പോഴേ ഞാൻ അന്ന് ആലോചിച്ചായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന്. പിന്നെ ആദ്യം എനിക്കൊരു മടി ഉണ്ടായിരുന്നു. പിന്നെ അമ്മേൻ്റെ കാര്യമൊക്കെ ഓർത്തപ്പോൾ എനിക്ക് സങ്കടമായിരുന്നു. അപ്പം ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചു. സ്കൂളിൽ കേശദാന പരിപാടി നടത്തുന്നുണ്ടെന്നും താൻ മുടി നൽകാൻ തയ്യാറാണെന്നും വീട്ടിലറിയിച്ചപ്പോൾ അച്ഛൻ എതിർപ്പ് പറഞ്ഞെങ്കിലും അമ്മ സന്തോഷത്തോടെ സമ്മതിക്കുകയായിരുന്നു. മകൾ ഒരു കാരണവശാലും ഇതിൽ നിന്ന് പിന്മാറിയില്ലെന്ന് അറിയിച്ചപ്പോൾ അച്ഛനും മകൾക്ക് പിന്തുണയുമായി എത്തി. ഒരു രോഗിക്കെങ്കിലും സ്വാതന്ത്ര്യം കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കുമെന്നാണ് പറഞ്ഞത്. അതിനു വേണ്ടിയിട്ട് ഇവിടുത്തെ അധ്യാപകരോടൊപ്പം അധ്യാപകർ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മോള് വീട്ടിൽ നിന്ന് ആവശ്യപ്പെട്ടു. ഞങ്ങൾ പറഞ്ഞു മോൾക്ക് ഇഷ്ടമാണെങ്കിൽ കൊടുത്തോളാൻ പറഞ്ഞു. അതുകൊണ്ടാണ് എൻ്റെ മോളും കൂട്ടുകാരും എല്ലാവരും ഇപ്പോൾ ഇതിനുവേണ്ടി മുന്നോട്ട് ഇറങ്ങിയത്. തൻ്റെ തലമുടി മുഴുവൻ കൊഴിഞ്ഞു പോയപ്പോഴും ആത്മധൈര്യം താൻ കൈവിട്ടിരുന്നില്ലെന്ന് മേരി പറയുന്നു. പക്ഷേ അതിന് സാധ്യമാവാത്ത ആർക്കെങ്കിലും തൻ്റെ മകളുടെ മുടി സഹായകമാവുമെങ്കിൽ അതൊരു വലിയ കാര്യമാണെന്ന് തന്നെയാണ് ഈ അമ്മയുടെ പക്ഷം. നിരന്തര ചികിത്സകളിലൂടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്ന മേരിക്ക് മറ്റു ക്യാൻസർ അസുഖബാധിതരോട് പറയാനുള്ളതും അതുതന്നെയാണ്. ക്യാൻസർ മാറാത്ത ഒരസുഖമല്ല. ആത്മധൈര്യവും ചികിത്സയും പ്രാർത്ഥനയും കൊണ്ട് ഭേദമാക്കാൻ കഴിയുന്ന ഒരു അസുഖം മാത്രമാണ് ക്യാൻസർ. ഈ രോഗത്തെ ഭയന്നിട്ട് കാര്യമില്ല. ഇതിനെ നമ്മുടെ മനഃശക്തിയോടും ഈശ്വരനോടും പ്രാർത്ഥനയും വഴി എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം കൊണ്ട് മാത്രം ഈ രോഗത്തിൽ നിന്നും രോഗത്തെ പിടിച്ചു നിലർത്താൻ നമുക്ക് സാധിക്കുന്ന രോഗമാണ്. ക്യാമറാമാൻ റഫീഖ് തോട്ടുമുക്കത്തോടൊപ്പം വിനോദ് നിസ്രി, CTV പ്രാദേശിക വാർത്ത. അഗസ്ത്യൻമൊഴി ജില്ലാ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ദിവസം എത്തിയ കാണികൾക്ക് മുഴുവൻ കണ്ണിന് വിരുന്നായി വേദിയിൽ അവതരിപ്പിച്ച ചവിട്ടുനാടകം. സ്കൂൾ കലോത്സവ വേദിയിലല്ലാതെ മലബാറിൽ അത്രയൊന്നും പ്രചാരത്തിലില്ലാത്ത ചവിട്ടുനാടകം മലയോരം ഫെസ്റ്റിൽ അവതരിപ്പിച്ചത് ആനക്കാംപൊയിൽ മരിയൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. അഗസ്ത്യൻമൊഴിയിലെ ജില്ലാ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മലയോരം ഫെസ്റ്റിലാണ് മലയോര നിവാസികൾക്ക് അത്രയൊന്നും പരിചിതമല്ലാത്ത ചവിട്ടുനാടകം അരങ്ങേറിയത്. ആനക്കാംപൊയിൽ മരിയൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് യാക്കോബിൻ്റെ മക്കൾ എന്ന ചവിട്ടുനാടകം അവതരിപ്പിച്ചത്. വീരരസപ്രധാനമായ ചവിട്ടുനാടകം എന്ന പാരമ്പര്യ കലാരൂപം 16-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്ത് പോർച്ചുഗീസുകാരുടെ വരവോടെ അവർക്കൊപ്പം വന്ന പോർച്ചുഗീസ് മിഷണറിമാരാണ് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ പ്രചരിപ്പിച്ചത്. ഇവരിൽ പ്രധാനിയായിരുന്നു ചിന്നത്തമ്പി അണ്ണാവി. ഈ കലാരൂപത്തിന് കർണാടക സംസ്ഥാനത്തിൻ്റെ യക്ഷഗാനവുമായി സാമ്യമുണ്ട്. ഇതിലുപയോഗിക്കുന്ന വേഷവിധാനങ്ങളും റോമൻ രാജാക്കന്മാരുടെയും പടയാളികളുടേതുമാണ്. ഇതിൻ്റെ ഭാഷയാകട്ടെ അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ചെന്തമിഴ് ഭാഷയാണ്. ഇപ്പോൾ ക്രിസ്തീയ വീരപുരുഷന്മാരുടെ കഥകളും ചവിട്ടുനാടകത്തിൽ ഉപയോഗിക്കുന്നു. ആദ്യകാലത്ത് ചവിട്ടുനാടകത്തിലെ ഒരു കഥ പൂർത്തിയാക്കുവാൻ 15 ദിവസവും 100-ൽ പരം കലാകാരന്മാരും വിശാലമായ സ്റ്റേജ് സംവിധാനവും ഒക്കെ വേണ്ടിയിരുന്നുവെങ്കിലും പുതുതലമുറ ഇതിന് പരിഷ്കാരങ്ങൾ വരുത്തി സ്കൂൾ കലോത്സവങ്ങളിലും മറ്റും ഇതിൻ്റെ ചെറിയ രൂപം അവതരിപ്പിച്ചു തുടങ്ങി. ആദ്യകാലത്ത് ഇത് കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ അത്ര പ്രചാരം നേടിയിരുന്നില്ല. എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലെ ആഘോഷ പരിപാടികൾക്ക് മാത്രമായിരുന്നു ചവിട്ടുനാടകം അരങ്ങേറിയിരുന്നത്. കണ്ടിട്ടൊന്നുമില്ല, ഞങ്ങൾ വായിച്ച് കേട്ടിട്ടുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ലൈബ്രറിയിലൊക്കെ പോകുമ്പം കലകളെക്കുറിച്ചൊക്കെ വായിക്കുമ്പോൾ ഉള്ള ആ ഒരു പരിചയം. പക്ഷേ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. അറിയണമെന്ന് ഞങ്ങൾക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു.
പിന്നെ ഈ ഒരു കലയെ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റിയത് ഒരു നല്ല ഇതായിട്ട് തന്നെ തോന്നുന്നുണ്ട്. എന്നാൽ സ്കൂൾ കലോത്സവ വേദികളിൽ ചവിട്ടുനാടകം ഒരു ഇനമായി തീർന്നതോടെ മറ്റു ജില്ലകളിലെ സ്കൂൾ വിദ്യാർത്ഥികളും ചവിട്ടുനാടകം അവതരിപ്പിച്ചു തുടങ്ങി. നമ്മൾ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ കണ്ടിട്ടുമില്ലായിരുന്നു. ഇതെന്താണ് ചവിട്ടുനാടകം അല്ലെങ്കിൽ എങ്ങനെയാണ് ചവിട്ടുനാടകം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കലോത്സവ വേദികളിൽ മത്സര ഇനമായിട്ട് ചവിട്ടുനാടകം കൊണ്ടുവരാൻ ആരംഭിച്ചപ്പോൾ ചവിട്ടുനാടകം പഠിക്കണം എന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ ഈ ചവിട്ടുനാടകത്തെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് ചവിട്ടുനാടകം പഠിപ്പിക്കുന്ന ആശാൻ്റെ അടുത്ത് പോയിട്ട് ചവിട്ടുനാടകം പഠിച്ചത്. തെക്കൻ ജില്ലകളിൽ നിന്ന് വടക്കൻ ജില്ലകളിലേക്ക് കുടിയേറിപ്പാർത്തവരും ഇതിന് പ്രചാരം നൽകിയിരുന്നു. മലയോരം ഫെസ്റ്റിൽ അവതരിപ്പിച്ച യാക്കോബിൻ്റെ മക്കൾ എന്ന ചവിട്ടുനാടകവും കാണികളെ ഏറെ ആകർഷിച്ചു. സാധാരണ കണ്ടുവരാറുള്ള നൃത്തരൂപങ്ങളുടെയും ഗാനമേളകളുടെയും ശബ്ദാനുകരണ കലകളുടെയും ഒക്കെ ഇടയിൽ ഈ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ചവിട്ടുനാടകം കാണികൾക്ക് ഏറെ വ്യത്യസ്തതയായി. ക്യാമറാമാൻ GN ആസാദിനോടൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്ത. വിവിധ മത്സരങ്ങളിൽ സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും വിജയികളായ മാവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ സ്കൂൾ അധികൃതർ അനുമോദിച്ചു. കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടർ C. ബിജു പ്രതിഭാ സംഗമം പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനതലത്തിലും റവന്യൂ ജില്ലാതലത്തിലും കലാകായിക ശാസ്ത്രമേളകളിൽ വിജയികളായ മാവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ 16ഓളം പ്രതിഭകളെയാണ് അനുമോദിച്ചത്. സ്കൂളിലെ പൂർവാധ്യാപകൻ കൂടിയായ കോഴിക്കോട് ഡെപ്യൂട്ടി കളക്ടർ C. ബിജു ഉപഹാരങ്ങൾ സമ്മാനിച്ചു. രണ്ടാം ഘട്ട പഠന ക്യാമ്പിന്റെ ഉദ്ഘാടനം മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. മുനിറത്ത് ടീച്ചർ ചടങ്ങിൽ നിർവഹിച്ചു. PTA പ്രസിഡന്റ് P. ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ഡെപ്യൂട്ടി കളക്ടർക്കുള്ള സ്കൂളിന്റെ ഉപഹാരം പ്രിൻസിപ്പൽ TM ശൈലജാദേവി സമ്മാനിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം രാജി ചെറുതൊടികയിൽ, ഹെഡ്മാസ്റ്റർ സത്യാനന്ദൻ, മിനി AP, കൺവീനർ NK ബൈജു, സ്റ്റാഫ് സെക്രട്ടറി MT കുഞ്ഞുമൊയ്തീൻകുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സംസ്ഥാന ശാസ്ത്രമേളയിൽ ഹയർ സെക്കൻഡറി വിഭാഗം വർക്കിംഗ് മോഡലിൽ 3ാം സ്ഥാനം നേടിയ അശ്വിൻ P. കൃഷ്ണ, അനന്തു P. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സംസ്കൃത പദ്യപാരായണത്തിൽ A ഗ്രേഡ് നേടിയ അപർണ P. സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിച്ച അക്വാറ്റിക് ടീം അംഗം അഭയ് അലക്സാണ്ടർ, അക്ഷയ് P. അഭിനന്ദ് CK, മുഹമ്മദ് യാസിൻ PP, ജവാദ് റഹ്മാൻ NP, മുഹമ്മദ് ഫാസിൽ PK, ഹോക്കി ടീമിലെ റോഷിദ PK, ദിൽന OT, അനക്ഷയ, ഫുട്ബോൾ ടീമിലെ ഷാജിൻ ബഷീർ, ബാഡ്മിൻ്റൺ ടീമിലെ നഫിൽ MP, ജൂഡോ ടീമിലെ അഭിനവ് E. ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ 3 ശാസ്ത്രീയ നൃത്ത ഇനങ്ങളിൽ A ഗ്രേഡ് നേടിയ ഹരിൽ P. അയോധ്യ എന്നിവരെയാണ് അനുമോദിച്ചത്. ന്യൂസ് ബ്യൂറോ, മാവൂർ. ചെറുപ്രായത്തിൽ തന്നെ കൃഷിപാഠങ്ങൾ ഹൃദ്യസ്ഥമാക്കി വിവിധ ഇനം പച്ചക്കറികൾ നട്ടുവളർത്താനൊരുങ്ങുകയാണ് മാവൂർ സെൻറ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂളിലെ നാച്ചുറൽ ക്ലബിൻ്റെ കീഴിലാണ് വിദ്യാർത്ഥികൾ വിവിധ കൃഷികളിൽ വൈദഗ്ധ്യം തെളിയിക്കാൻ ഒരുങ്ങുന്നത്. പഠനത്തോടൊപ്പം കാർഷിക രംഗത്തും ഒരുപോലെ മുന്നേറുകയാണ് മാവൂർ സെൻറ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പിഞ്ചു വിദ്യാർത്ഥികൾ. പ്രിൻസിപ്പൽ സിസ്റ്റർ ടാക്സി, സ്കൂൾ മാനേജർ സിസ്റ്റർ ഫിലോമിന എന്നിവരുടെ നിർദ്ദേശപ്രകാരം സ്കൂൾ പ്രോഗ്രാം ഓഫീസർ അലി അസ്കറിൻ്റെ കീഴിൽ നാച്ചുറൽ ക്ലബ്ബ് രൂപീകരിച്ച് വിവിധങ്ങളായ പദ്ധതികളാണ് ഇവർ ആസൂത്രണം ചെയ്തു വരുന്നത്. സ്കൂളിൽ ചെയ്യുന്ന കൃഷിയിൽ കുട്ടികൾക്ക് ശാസ്ത്രീയമായ വൈദഗ്ധ്യവും നൽകുകയാണ് സ്കൂൾ അധികൃതരുടെ ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായി കരനെൽ കൃഷി സ്കൂളിൽ ചെയ്യുവാൻ തീരുമാനിച്ചിരുന്നു. കുട്ടികൾക്ക് ഇതിനുവേണ്ട വൈദഗ്ധ്യം നൽകുന്നതിനു വേണ്ടി ഇക്കഴിഞ്ഞ മാസം ആദ്യവാരത്തിൽ പ്രോഗ്രാം ഓഫീസർ അലി അസ്കർ, സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു P. എന്നിവരുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിലെ പീലിക്കോട് കാർഷിക വിള ഗവേഷണ കേന്ദ്രത്തിലേക്ക് കുട്ടികളുടെ പഠനയാത്ര സംഘടിപ്പിക്കുകയും അവിടെ വെച്ച് ജനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗ് ഹെഡ് ഓഫീസർ ഡോക്ടർ വനജ കുട്ടികൾക്ക് വിവിധ കാലാവസ്ഥയിൽ ചെയ്യാവുന്ന വിവിധങ്ങളായ കരനെല്ല്, വയൽനെല്ല്, മറ്റു വിവിധ കൃഷികളെക്കുറിച്ചും ടിഷ്യൂ കൾച്ചർ എന്നിവയിലും വിദഗ്ധമായ പരിശീലനം നൽകിയിരുന്നു. നമ്മൾ പഠനത്തോടൊപ്പം കുട്ടികൾക്ക് കൃഷിയിലും മറ്റുള്ള മേഖലകളിലൊക്കെ വൈദഗ്ധ്യം കൊടുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് സ്കൂളിലൊരു
നാച്ചുറൽ ക്ലബ്ബ് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ വെച്ചിട്ട്, അതായത് ആ കുട്ടികളെ തിരഞ്ഞെടുക്കാനുള്ള ക്രൈറ്റീരിയ ഞങ്ങൾ വെച്ച് അവർക്കുള്ള അഭിരുചിക്ക് അനുസരിച്ചാണ് അവരെ തിരഞ്ഞെടുത്തത്. നമ്മൾ ഇതുമായിട്ട് താല്പര്യമുള്ള അങ്ങനെ 10-30 കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു നാച്ചുറൽ ക്ലബ്ബ് രൂപീകരിച്ച് അതിൻ്റെ ഭാഗമായിട്ട് കൃഷിയെക്കുറിച്ചിട്ടുള്ള നല്ലൊരു ക്ലാസ് നമ്മളെ പീലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഫീൽഡ് വിസിറ്റിങ്ങും അതോടൊപ്പമുള്ള എങ്ങനെ കൃഷി ചെയ്യണം, ഏതൊക്കെ കാലാവസ്ഥയിൽ ഏതൊക്കെ കൃഷികൾ നമുക്ക് ഇറക്കാം എന്നുള്ളതിനെക്കുറിച്ച് നല്ലൊരു ക്ലാസ് കൊടുത്ത് സ്കൂളിലെ കൃഷിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മാവൂർ കൃഷിഭവന്റെ സഹായത്തോടെ കുട്ടികൾ സ്കൂൾ ഗ്രൗണ്ടിന്റെ സമീപമുള്ള 20ഓളം സെന്റ് സ്ഥലത്ത് വെള്ളരി, വെണ്ട, പടവലം, വത്തക്ക, തക്കാളി, ചീര തുടങ്ങി വിവിധങ്ങളായ പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചു. കുട്ടികളെ നാച്ചുറൽ ക്ലബിന്റെ കീഴിൽ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ടാണ് ഓരോ പരിപാടികളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൃഷിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന പരിപാടിയിൽ മാവൂർ കൃഷിഭവനിലെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ ഷൈബിദ, ദിവ്യ, സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ടക്സി, പ്രോഗ്രാം ഓഫീസർ അലി അസ്കർ, സ്റ്റാഫ് സെക്രട്ടറി ബിന്ദു പി, അധ്യാപകരായ സബീഷ്, ഹരികൃഷ്ണൻ, സീമ ഗോവിന്ദ്, ധന്യ ഗോവിന്ദ്, ജാസ്മിൻ റോസ്, കൃഷ്ണകുമാരി, അനുവിന്ദ, ഷിജു, കൃഷി അസിസ്റ്റന്റുമാരായ കെ ദിവ്യ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ. മണാശ്ശേരി ശ്രീ മേച്ചേരി ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും മഹാരുദ്രവും ഈ മാസം 24-ാം തീയതി മുതൽ 27-ാം തീയതി വരെ നടക്കും. ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ വിശേഷാൽ പൂജകളും ഹോമങ്ങളും വിവിധ കലാപരിപാടികളും വരവാഘോഷവും ഭക്തി പ്രഭാഷണങ്ങളും അന്നദാനവും നേത്രപരിശോധനാ ക്യാമ്പും നടത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മണാശ്ശേരി ശ്രീ മേച്ചേരി ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും മഹാരുദ്രവും ജനുവരി 24-ാം തീയതി മുതൽ 27-ാം തീയതി വരെയുള്ള തീയതികളിൽ നടക്കും. ക്ഷേത്രം തന്ത്രി കിഴക്കമ്പാട്ട് വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെയും മേൽശാന്തി അരീക്കര നാരായണൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലാണ് മഹോത്സവത്തിലെ പൂജാതി ക്രിയകൾ നടക്കുക. മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ വിവിധ പൂജകൾ, ഹോമങ്ങൾ എന്നിവയ്ക്ക് പുറമെ മഹാരുദ്രം എന്ന വിശിഷ്ടമായ ചടങ്ങും വിവിധ ദിവസങ്ങളിലായി അക്ഷരശ്ലോക സദസ്സ്, ഭക്തിപ്രഭാഷണങ്ങൾ, വരവാഘോഷം, കലാപരിപാടികൾ, അന്നദാനം എന്നിവ നടക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീ മേച്ചേരി ശിവക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാദിന മഹോത്സവവും മഹാരുദ്രവും 2019 ജനുവരി 24 മുതൽ 27 ദിവസങ്ങൾ നടക്കുകയാണ്. മുൻ വർഷങ്ങളിതുപോലെ തന്നെ വിവിധ പൂജകൾ, ഹോമങ്ങൾ എന്നിവയ്ക്ക് പുറമെ മഹാരുദ്രം എന്ന വിശിഷ്ടമായ ചടങ്ങും ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. ഉത്സവത്തിൻ്റെ ആദ്യ ദിവസം ശ്രീ KG വാര്യരും സംഘവും നയിക്കുന്ന അക്ഷരശ്ലോക സദസ്സ്, തുടർന്ന് ശ്രീ പ്രബോധ് മാസ്റ്ററുടെ ഭക്തി പ്രഭാഷണം, ഉത്സവത്തിൻ്റെ പ്രധാന ആകർഷണമായ വരവാഘോഷം ആദ്യ ദിവസമായ 24 വ്യാഴാഴ്ച വൈകിട്ട് മണാശ്ശേരി ശ്രീ ചെമ്പ്രാട്ട് കരിയാത്തൻകാവ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് മണാശ്ശേരി വെസ്റ്റ് മാമ്പറ്റ വഴി ക്ഷേത്രസന്നിധിയിൽ എത്തുന്ന വിധമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഉത്സവത്തിൻ്റെ വിവിധ ദിവസങ്ങളിലായി വിശേഷാൽ പൂജകൾക്കും ഹോമങ്ങൾക്കും പുറമെ കരോക്കെ ഭക്തിഗാനമേള, വിവിധ സംഘങ്ങൾ അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ, തായമ്പക, സംഗീത കച്ചേരി, മുത്തപ്പൻ വെള്ളാട്ട്, നാടകം, സർവൈശ്വര്യ പൂജ, സർപ്പബലി എന്നിവയ്ക്ക് പുറമെ സൗജന്യ കണ്ണുപരിശോധനാ ക്യാമ്പും സംഘടിപ്പിക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉത്സവാഘോഷത്തിൻ്റെ സമാപന ദിവസം നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്യും. മുക്കം മുനിസിപ്പാലിറ്റി ചെയർമാൻ കുഞ്ഞൻ മാസ്റ്റർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. മുക്കം പോലീസ് സബ് ഇൻസ്പെക്ടർ KP അഭിലാഷ്, അഡ്വക്കേറ്റ് രമേശ് ബാബു, ഡോക്ടർ ജയകുമാർ, സുരേഷ് ഇന്ദീവരം, കപ്പിയടത്ത് ചന്ദ്രൻ തുടങ്ങിയവർ സാംസ്കാരിക സമ്മേളനത്തിൽ സംബന്ധിക്കുമെന്നും അന്ന് രാത്രി 9 മണി മുതൽ സിനിമാ പിന്നണി ഗായിക ശ്രീകല നയിക്കുന്ന കോഴിക്കോട് ഗീതാഞ്ജലി ഓർക്കസ്ട്രയുടെ മെഗാ ഗാനമേള അരങ്ങേറുമെന്നും സംഘാടകർ കൂട്ടിച്ചേർത്തു. മുക്കത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ഭാരവാഹികളായ VR അജയചന്ദ്രൻ, TT രാജൻ, ശിവദാസൻ തോട്ടത്തിൽ, CK വിജീഷ്, കപ്പിയടത്ത് ചന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ജനുവരി 25 കോഴിക്കോട്ട് ആരംഭിക്കുന്ന 54-ാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രചരണ വാഹനജാഥയ്ക്ക് മുക്കത്ത് സ്വീകരണം നൽകി. മുക്കം ഡെവലപ്മെൻറ്റ് ഫോറം പ്രസിഡന്റ് AP മുരളീധരൻ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. HARA മേഖലാ പ്രസിഡന്റ് കബീർ വൈറ്റ് ഹൗസ് അധ്യക്ഷനായിരുന്നു. ജാഥ ക്യാപ്റ്റൻ PP അബ്ദുറഹ്മാൻ, വൈസ് ക്യാപ്റ്റൻ മോഹനൻ കടിയങ്ങാട്, ആലി മയൂരി, സുൽഫിക്കർ അലി സ്റ്റാർ, ശാശി ഊരാളിക്കുന്ന്, വിജയൻ കൂടർഞ്ഞി, AK ലത്തീഫ്, N സുഗുണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കുറ്റിക്കടവ് വാളയന്നൂർ തൃക്കൈക്കൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം കൊണ്ടാടി. ഉത്സവത്തിൻ്റെ ഭാഗമായി പാലക്കാട് പരുത്തിപ്പള്ളി ശിവകുമാർ പൂജാരിയുടെ നേതൃത്വത്തിൽ ആണ്ടിപൂജയും ഉത്സവത്തിനെത്തിയ മുഴുവൻ ഭക്തജനങ്ങൾക്കും പ്രസാദ ഊട്ടും നടത്തി. വൈകുന്നേരത്തെ ചുറ്റുവിളക്കോടുകൂടിയാണ് ഉത്സവത്തിന് സമാപനമായത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചൂലൂർ യൂണിറ്റ് സമ്മേളനം കെട്ടാങ്ങൽ EMS ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം PTM ഷർഫുന്നീസ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഹസൻ വായോളി അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗം P ഹുസ്ര,
MT അശോകൻ, മുക്കം രാജൻ, PC ജോസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീരാഗം ജ്വല്ലേഴ്സ്, പൈലറ്റ് സ്റ്റോറിന് സമീപം, PC റോഡ്, മുക്കം. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശ്രീരാഗം ജ്വല്ലേഴ്സ്, പൈലറ്റ് സ്റ്റോറിന് സമീപം, PC റോഡ്, മുക്കം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ പുതിയ താരിഫ് നയത്തിൽ പ്രതിഷേധം ശക്തമാവുന്നു. ജനുവരി 24-ന് ദക്ഷിണേന്ത്യയിലെ മുഴുവൻ കേബിൾ ഓപ്പറേറ്റർമാരും ചാനലുകൾ ഓഫ് ചെയ്ത് കരിദിനം ആചരിക്കും. മാവൂർ പൈപ്പ് ലൈൻ റോഡിന് ശാപമോക്ഷമാവുന്നു. റോഡിന്റെ റീടാറിംഗ് പ്രവൃത്തി ആരംഭിച്ചു. പ്രവൃത്തി നടത്തുന്നത് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 38 ലക്ഷം രൂപ വിനിയോഗിച്ച്. കേന്ദ്ര സർക്കാർ മരുന്ന് നയത്തിൽ ഭേദഗതി വരുത്തി. ഏപ്രിൽ മാസം മുതൽ വിപണിയിലിറക്കുന്ന മരുന്ന് പാക്കറ്റുകളിൽ ബാർകോഡോ QR കോഡോ നിർബന്ധം. ഇതോടെ CTV പ്രാദേശിക വാർത്തകളുടെ ഇന്നത്തെ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.